കിട്ടണം. ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞാ മോളെ വാ ചായ കുടിക്കാലോ. എനിക്കൊന്നും ചായയാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരി ഉണ്ട് വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, കുറച്ച് മനസ്സമാധാനം തരാം. ഉമ്മാക്ക് വേണമെങ്കിൽ ഉമ്മ ചായ കുടിച്ചോ. നിനക്ക് വേണ്ട പഴംപൊരി? നീ അതിന് ഫോണ് കളിക്കും. ഹലോ, പണി കഴിഞ്ഞെത്തിയാ റൂമില്? ഇല്ല, ചായ ഒന്നും കുടിച്ചിട്ടില്ല. എടുത്തു വെച്ച ചായ വരെ ഇവിടെ കുടിച്ചിട്ടില്ല. പിള്ളേരുടെ വെച്ചിട്ടുണ്ട്. ഇപ്പോ ഫോണിലാണ് ഇതിനോട് പറഞ്ഞാൽ ഒറ്റപ്പടി കേൾക്കുമല്ലോ. ചെവിക്ക് സോയിപ്പോന്ന് പറഞ്ഞില്ല. ഇപ്പോ ഓളെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓളൊപ്പരം കൂടി നോക്കി കളിക്കുന്നുണ്ട്. പഠിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്നാ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓരോ വ്യക്തിനും ടാബും ഫോണും അത് ഇതെല്ലാം കൊണ്ടുകൊടുത്താൽ പിന്നെ എന്നാ വേണ്ടത്? പറഞ്ഞാലൊന്നും കേൾക്കൂലേ. ആദ്യം ചെയ്യാതെ മാത്രമേ കളിക്കുന്നുള്ളൂ. ഇനിയിപ്പോ നോക്കും കളിയില്ല. ശരി എന്നാല് പണിയുണ്ട് പോലെ പിന്നെ വിളിക്കാം. റേഞ്ചില്ല, എന്റെ വീട്ടിൽ റേഞ്ചില്ല. ഞാൻ പറഞ്ഞില്ലേ നേരെ അപ്പുറത്തെ വൈഫൈ വെച്ചൂടെ. ഇതൊന്നും വരുന്നില്ല, കറങ്ങുന്നത് നോക്കി. ആ വൈഫൈ അതും കൂടി ആക്കി തരാം. ഇപ്പൊ എന്നാ നിൽക്കുന്നു? ഞാൻ ഉപ്പാനോട് പറഞ്ഞോളൂ. വേറെ ആരുമല്ല, ഉപ്പ തന്നെ നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത്. അത് ഞാൻ ഇപ്പൊ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ആംഗിൾസ് പ്രോപ്പർട്ടി ലൈക്ക് അറിയോ? എന്താണ്? ദിയ ദിയ എല്ലാ കേൾക്കുന്നേ പറയണ്ട. നീ ഹോംവർക്കൊക്കെ ചെയ്തോ? ഞാൻ ഇന്നലെ ഹോംവർക്കൊക്കെ ഞാൻ ഇന്നത്തെ എന്നെ ശ്രദ്ധിക്കണം. എല്ലാവരും പോകുന്ന ശ്രദ്ധിക്കുന്നു. എന്താ പറ്റിയേ? പറത്തി ഞാൻ എന്റെ ഉമ്മാനെ വിളിക്കുന്നു കേട്ടോ. വിളിക്കട്ടെ? ഹലോ, ദിയയുടെ ഉമ്മയല്ലേ? ഞാൻ ദിയയുടെ ക്ലാസ് ടീച്ചറാണ്. അവള് കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല. ഹോംവർക്കൊന്നും കൊടുത്താൽ ചെയ്യുന്നുമില്ല. കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഒന്ന് അവളെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? ഒന്നാണ് കുട്ടികളല്ലേ, വല്ല പ്രേമനൈരാശ്യം അങ്ങനെ ആയിരിക്കും. ശരിയാ, ഞാനും കുറെ കാലമായി ശ്രദ്ധിക്കുന്നു. അപ്പൊ അന്ന് സൗണ്ട് വെക്കുന്നേ
ഹലോ. ആ ഞാൻ ഇന്നലെ മുതലേ വിളിക്കുന്നല്ലോ, രാത്രിയല്ലോ. എന്താ എടുക്കാൻ ഇനി? നേരത്തെ ഉറങ്ങിനേനു? ഓ പിന്നെയുണ്ടല്ലോ, അതില്ലേ നമ്മളെ മോക്കെന്നാ നമ്മ പറ്റിയേ, എപ്പം നോക്കിയാലും വാതിലടച്ച് അകത്തിരിക്കലല്ലാന്ന്. ആ പഠിക്കുന്നേ ഇല്ല. ടീച്ചറല്ലേ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും പഠിക്കുന്നില്ല. പിന്നെ ആദ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ, എനിക്ക് മാർക്കൊന്നുമില്ല പോലും. പേപ്പറൊന്നും തന്നെ കാണിക്കില്ല, എന്നോടോ പിന്നെ ഓളനിയത്തിനോടോ മിണ്ടൽ വരില്ല. എന്നാന്നറിയില്ല, ഒരേ ഫോൺ തന്നെ. ഫോണിൽ ചാർജ് തീരുമ്പോഴൊക്കെ അത് ആദ്യം കുത്തിയിടും, പിന്നെയും അതിനെ കൊണ്ട് തന്നെ കളി. അല്ല ഇപ്പം +2 അല്ലേ പഠിക്കുന്നത്, എനിക്ക് പേടിയാകുന്നു വല്ലാണ്ട്. നിങ്ങളൊരു ഫ്രണ്ട് ഇല്ലേനുവാ, അവരെ ഭാര്യ എന്തോ ഡോക്ടർ എങ്ങാനാന്ന് പറഞ്ഞാൽ എന്തോ മാനസിക ഒരു ഇതങ്ങനെ ആയിപ്പോയി, ഒരേ ഫോണിൽ ഇങ്ങനെ കളിച്ചിട്ട്. അല്ലേ നമ്മളിങ്ങനെ ന്യൂസെല്ലാം കാണുന്നില്ലേ ഓരോന്ന്. ഒന്ന് അവരെ വിളിച്ച് പറഞ്ഞിട്ട് ആടാ ഒരു ടോക്കൺ എങ്ങാനും എടുത്ത് കൊടുക്കുക, നമ്മളിന്ന് പോയിക്കോളൂ. എന്തെങ്കിലും പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകാം. എടുത്തു വെക്കണേ, എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നുണ്ട്. ശരി. ശരി ശരി അയ്യോ. മോളുടെ ഹോബി എന്താ? മോളെ നമുക്ക് അതാണ് ഇഷ്ടം. ആരൊക്കെയാ മോളുടെ ഫ്രണ്ട്സ്? എനിക്ക് ഫ്രണ്ട്സൊന്നും ഒന്നുമില്ല. അതെന്തേ? മോൾക്ക് വീഡിയോ ഗെയിംസ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ഏതൊക്കെ ഗെയിംസ് ഞാൻ കളിക്കാറുണ്ട്? എല്ലാ ഗെയിമും കളിക്കാറുണ്ട്. പബ്ജി, ഫ്രീ ഫയർ, വാച്ച് ഡോഗ്സ് എല്ലാം കളിക്കാറുണ്ട്. ഡോഗ്സ് കളിക്കാറുണ്ടോ? നിങ്ങൾ സ്വന്തം പുറത്തേക്ക് ഉമ്മേനെയും വിളിക്കും. എന്താ ഡോക്ടറെ, എന്താ എൻ്റെ മൂക്ക് പറ്റിയേ? മോളെ കുറിച്ച് പുറത്തേക്ക് പോകാം. നിങ്ങളുടെ മോളുടെ പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ ഗെയിംസിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കുറച്ച് കാലത്തേക്ക് മോളിൽ നിന്ന് ആ മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഡോക്ടറെ എൻ്റെ ഫോണിലാണ്ട് പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യാ? ഉമ്മ, എൻ്റെ ഫോൺ എവിടെ? അയ്യോ, എന്താ ഞാൻ ചെയ്യാ? ഉമ്മ, എൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോൺ താ, എനിക്ക് ഫോൺ വേണോ? അയ്യോ, ഉമ്മ ഇതായിരുന്നു. ഹലോ, എന്തിൻ്റെ ലിങ്ക്? വീഡിയോ ഗെയിമില്ല. ഞാനിന്ന് വീഡിയോ ഗെയിം കളിക്കുന്നില്ല. നീയും കളിക്കണ്ട. ഇനി നമുക്ക് കളിക്കണ്ട. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് മുതൽ മൊബൈൽ ലഭിക്കാതാകുമ്പോൾ ആത്മഹത്യ വരെ ചെയ്യുന്ന കൗമാരക്കാരുടെ വാർത്തകൾ നാം ദിവസവും കാണുകയാണ്. ഭക്ഷണക്രമം ഇല്ലാതാവുക, സ്വഭാവമാറ്റം,
ഉറക്കമില്ലായ്മ തുടങ്ങി ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാകും. കുട്ടികളെ അടിമപ്പെടുത്തുന്ന തരത്തിലാണ് പല ഗെയിമുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എതിരാളിയോട് മത്സരിക്കുമ്പോൾ ലഭിക്കുന്ന മത്സരഭ്രാന്തുകളും ഗെയിമിന്റെ ഓരോ ലെവലുകളിൽ ലഭിക്കുന്ന സ്ഥാനക്കയറ്റവും അംഗീകാരവുമെല്ലാം കുട്ടികളെ വെർച്വൽ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗെയിമിങ്ങിന് അടിമപ്പെട്ടിട്ടുള്ള കുട്ടികൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനും പല ഗെയിമിംഗ് അക്കൗണ്ടുകൾ വിലക്ക് വാങ്ങാനും മാതാപിതാക്കളുടെ പണം മോഷ്ടിക്കുന്നു. ഇനി ഒരു കുട്ടിയും ഗെയിമിന് അടിമപ്പെടാതിരിക്കാൻ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടിയെ പൂർണ്ണമായും ഗെയിം കളിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക, മറിച്ച് അതിന് നിശ്ചിത സമയം കണക്കാക്കുക. കൂടാതെ കുട്ടികളെ വിവിധ കായിക ഇനങ്ങളിലേക്ക് ഏർപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ എന്ത് ഗെയിം കളിക്കുന്നു എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക. അമിതമായി വയലൻസുള്ള കളികൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന കളികൾ അവരെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക. മാതാപിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക, അവരുടെ സ്വഭാവ മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഉറങ്ങുന്നതിന് മുന്നേ ഗെയിമും ടാബും മൊബൈലും ഒക്കെ കർശനമായി വിലക്കുക. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഗെയിമിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വേണ്ടത് നിങ്ങളുടെ ശകാരമോ കുറ്റപ്പെടുത്തലുകളോ അല്ല, മറിച്ച് നിങ്ങളുടെ പിന്തുണയും ചേർത്തുപിടിക്കലുകളുമാണ്. അവരെ ഈ ശീലത്തിൽ നിന്ന് കരകയറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ശീലത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു മടിയും കൂടാതെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുക. ഇനി ഒരു കുട്ടിയും ഗെയിമിന് അടിമപ്പെടാതിരിക്കട്ടെ.